നമസ്കാരം. ഇന്നലെ ലോക്സഭയിൽ പൊതുപരീക്ഷാ നിയമങ്ങൾ പരിഷ്കരിക്കുന്ന ബില്ലിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വ്യാജഗാന്ധി കുടുംബത്തിലെ യുവറാണിയായിട്ടുള്ള പ്രിയങ്ക വാദ്ര പ്രധാനമന്ത്രി നിയമിച്ചിട്ടുള്ള ഹൈ പവേർഡ് ടാസ്ക് ഫോഴ്സിലെ ഒരു അംഗമായ വീഴ്നീതി കാമകോടി കാമകോടി എന്ന IIT മദ്രാസ് ഡയറക്ടർ ഡോക്ടർ കാമകോടിയെ കുറിച്ച് ഒരു പരിഹാസം കലർന്നൊരു പരാമർശം നടത്തിക്കൊണ്ടായി. ഗോമൂത്ര എക്സ്പേർട്ട് അല്ലെങ്കിൽ കൗ യൂറിൻ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ആ കമ്മിറ്റിയിൽ കൗ യൂറിൻ ഗോമൂത്ര എക്സ്പേർട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു പരിഹാസം നടത്തുകയുണ്ടായി. അത് പറയുവാനുള്ള കാരണമെന്ന് വെച്ചാൽ ഈ ഡോക്ടർ കാമകോടി അദ്ദേഹം ഈ ഗോമൂത്രത്തിൻ്റെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയെക്കുറിച്ചും ബാക്ടീരിയകളെ ചെറുക്കുന്നതിൻ്റെ അത് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു സ്വാംശീകരിച്ച ഗോമൂത്രം എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള രീതികളെക്കുറിച്ചും കാര്യമായി തന്നെ പലയിടങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട്. വെറുതെ പ്രസംഗിച്ചതല്ല, 5 വിദഗ്ധർ പബ്ലിഷ് ചെയ്തിട്ടുള്ള 5 വിവിധ മേഖലകളിലുള്ള വിവിധ മേഖലകളെന്ന് പറഞ്ഞാൽ ബയോ മെഡിക്കൽ സയൻസും മറ്റ് അനുബന്ധ ശാഖകളിലുമുള്ള വിദഗ്ധർ പബ്ലിഷ് ചെയ്തിട്ടുള്ള പിയർ റിവ്യൂഡ് റിസർച്ച്, അതായത് സമാന നിലയിലുള്ള ആൾക്കാർ അതിനെ റിവ്യൂ ചെയ്ത് ഒരു വിശകലനം ചെയ്ത് സമ്മതപത്രം കൊടുത്ത ആ റിസർച്ചുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. ശരി, അതിനോട് യോജിക്കാതിരിക്കുകയോ ചെയ്യാം. ഗോമൂത്രം എന്നുള്ളത് ഒരു വിഭാഗം ആളുകൾ വളരെ പവിത്രമായി കാണുന്നൊരു വസ്തുവാണ്. ഒട്ടകമൂത്രം എങ്ങനെ ഇസ്ലാമിൻ്റെ പ്രവാചകനായിട്ട് അവർ വിശ്വസിക്കുന്ന മുഹമ്മദ് പവിത്രമായിട്ടോ അല്ലെങ്കിൽ രോഗശാന്തിക്കായി ഉപയോഗിക്കാമെന്ന് കരുതിയിരുന്നോ അതുപോലെ എന്ന് കരുതിയാൽ മതി. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു പരിഹാസം പ്രിയങ്ക ഗാന്ധി നടത്തി. അതിന് വ്യക്തമായ മറുപടിയും BJPയുടെ അനുരാഗ് ഠാക്കൂർ നൽകിയിരുന്നു. അദ്ദേഹം നൽകിയ മറുപടി ആദ്യം ഞാനൊന്ന് രത്നചുരുക്കം പറയാം. അദ്ദേഹം പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ശരിക്കും അവരെ പ്രിയങ്ക വാദ്ര എന്നാണ് അഭിസംബോധന ചെയ്യേണ്ടത്. പ്രിയങ്ക ഗാന്ധി അവരുടെ സഹോദരൻ രാഹുൽ ഗാന്ധിയെക്കാളും ഒരു അല്പം ഭേദമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അവർ ഏറ്റവും ചുരുങ്ങിയത് അവർ ചിരിക്കുകയെങ്കിലും ചെയ്യും മണ്ടത്തരം പറയുമ്പോൾ. എന്നാൽ അവരും ഇപ്പോൾ ഈ പ്രൊഫസർ കാമകോടിയെ അപമാനിച്ചതിലൂടെ തൻ്റെ സഹോദരനിൽ നിന്ന് ഒട്ടും വ്യത്യസ്തയല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയും തുടർന്ന് പരീക്ഷാ സംബന്ധിയായിട്ടുള്ള കാലത്ത് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് UPA സർക്കാരിൻ്റെ ഭരണകാലത്തുണ്ടായ വീഴ്ചകളെ സംബന്ധിച്ച് പറയുകയും പ്രിയങ്ക ഗാന്ധി പതിവ് പോലെ മുഖം വീർപ്പിച്ച് അവിടെ ഇരിക്കുകയും ചെയ്തു. അതിനുശേഷം പുതിയ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ചുള്ള വ്യാജ പ്രസ്താവനയുടെ പേരിൽ അതിൻ്റെ തെളിവ് ചോദിച്ചപ്പോൾ പത്രങ്ങളിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പതിവ് രക്ഷപ്പെടലാണ് അവർ രക്ഷപ്പെടുത്തി. ഇനി അവരുടെ ഈ പ്രസ്താവനയിലേക്ക് വരാം. കാമകോടി ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചുരുക്കി പരിശോധിക്കാം. അതിനു മുൻപ് ഇവരുടെ രണ്ടുപേരുടെയും ഒരു താരതമ്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. താരതമ്യം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രേക്ഷകർ വ്യക്തമായിട്ട് ഓർക്കുക. ഈ താരതമ്യത്തിൽ ഒരിടത്തും ഞാൻ ഫിറോസ് ഖാൻ്റെ മകൻ എങ്ങനെ രാജീവ് ഗാന്ധിയായി ഫക്രുദ്ദീൻ ഖാൻ ആയില്ല എന്നോ അയാളുടെ മകൻ എങ്ങനെ രാഹുൽ ഗാന്ധിയും മകൾ എങ്ങനെ പ്രിയങ്ക ഗാന്ധിയായെന്നോ എന്തുകൊണ്ട് ഖാൻ ആയില്ലെന്നോ ഇതൊന്നുമല്ല പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇറ്റലിയിൽ നിന്ന് സോണിയാഗാന്ധി വന്നപ്പോൾ സോണിയാഗാന്ധിയുടെ ബിരുദം ഇന്നതായിരുന്നു എന്ന് പറയുകയും പിന്നീട് അത് അങ്ങനെയല്ല, ഒരു സാധാരണ പാരലൽ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റോ ആണ് വാങ്ങിയത്. നേരത്തെ MP സ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രകടന പത്രിക സമർപ്പിച്ചപ്പോൾ ഉണ്ടായതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ലോകത്തെ ഏറ്റവും വലിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് എന്ന് ഗിന്നസ് ബുക്കിൽ കയറേണ്ട തരത്തിലുള്ള വലിയ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളും വിശകലനം ചെയ്യാൻ പോകുന്നില്ല. നേരെ വിശകലനം ചെയ്യാൻ പോകുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തോ അക്കാഡമിക്കലായിട്ടോ കാമകോടിയുടെയും പ്രിയങ്ക വാദ്രയുടെയും അല്ലെങ്കിൽ ലോക്സഭയ്ക്കകത്ത് അനുരാഗ് ഠാക്കൂർ വിളിച്ചതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെയും വിദ്യാഭ്യാസ യോഗ്യതകൾ തമ്മിലുള്ള താരതമ്യങ്ങൾ മാത്രമാണ്. ആദ്യം നമുക്ക് പ്രിയങ്ക വാദ്രയുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. വിദ്യാഭ്യാസ യോഗ്യതയും ഒരു പശ്ചാത്തലവും നോക്കുന്നുണ്ട്. കാമകോടിയുടെ കാര്യത്തിൽ പശ്ചാത്തലം നോക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഒരു RSS പ്രവർത്തകനാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. അനുരാഗ് ഠാക്കൂർ അതും പറഞ്ഞിരുന്നു. RSSകാരനായാലും എന്താണ് കുഴപ്പം, നിങ്ങളും ഒന്ന് RSSൽ ഒന്ന് ഇടയ്ക്കൊന്ന് ചേരണം, കാരണം നിങ്ങളുടെ സഹോദരനേക്കാൾ ഒരല്പം ബുദ്ധിയും വെളിവും രാജ്യസ്നേഹവും നിങ്ങൾക്കുണ്ടാകും എന്നും അനുരാഗ് ഠാക്കൂർ പറഞ്ഞിരുന്നു കേട്ടോ. ഇനി പ്രിയങ്ക ഗാന്ധിയുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും പശ്ചാത്തലം ഈ വ്യാജഗാന്ധി കുടുംബത്തിലെ അംഗമാണ്. ഈ പാർലമെൻറ്റിലെ അവരുടെ സീറ്റ് തന്നെ അവരുടെ ഈ വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ പേരിൽ ലഭിച്ചതാണ്, അതിൽ സംശയമൊന്നുമില്ല.
77 കോടി രൂപയുടെ പ്രഖ്യാപിക്കപ്പെട്ട സ്വത്ത് ആസ്തി അവർക്കുണ്ട്. ഇനി വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുദ്ധിസ്റ്റ് സ്റ്റഡീസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, അതും എവിടുന്ന്? UK സണ്ടർലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബുദ്ധിസ്റ്റ് സ്റ്റഡീസിൽ പോസ്റ്റ് ഗ്രാജുവേഷനും അല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ. അത് 2010 1993 ജീസസ് ആൻഡ് മേരി കോളേജ്, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ജീസസ് ആൻഡ് മേരി കോളേജിൽ BA ഓണേഴ്സ് സൈക്കോളജിയിൽ. ഇത്രയുമാണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത. ഇനി പ്രൊഫസർ വി കാമകോടിയുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഒന്ന് പരിശോധിക്കാം. IIT മദ്രാസിൻ്റെ ഡയറക്ടറാണ് 2022 മുതൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡസ്ട്രി ഗ്രേഡ് മൈക്രോ പ്രോസസ്സർ ശക്തി. ഇനി ഭാവിയിൽ ലോകത്ത് ഇൻറ്റൽ ഒക്കെയായി മത്സരിക്കാൻ ശേഷിയുള്ളത് എന്ന് ലോകത്തിലെ സാങ്കേതിക വിദഗ്ധർ ഒരേപോലെ സമ്മതിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡസ്ട്രി ഗ്രേഡ് വ്യാവസായിക തലത്തിലുള്ള മൈക്രോ പ്രോസസ്സർ ശക്തി, അതിൻ്റെ ഉപജ്ഞാതാവാണ്, നിർമ്മാതാവാണ്. അതിൻ്റെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുന്നതിൽ പ്രധാനി. ഒരു ബില്യൺ ഡോളേഴ്സിൽ, അതായത് മെനി ബില്യൺസ് എന്ന് പറയുള്ളൂ, ഒരുപാട് $ബില്യൺ ആസ്തിയുള്ള സ്റ്റാർട്ടപ്പുകൾ, ഏതാണ്ട് 11,000-ന് മുകളിൽ യൂണിറ്റുകൾ രാജ്യത്ത് സ്ഥാപിക്കുന്നതിന് കാരണമായൊരു വ്യക്തി. മൂന്നാമത്തത് IIT മദ്രാസിലെ ഇൻക്യുബേഷൻ സെൽ, IIT MIC എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു മൂല്യം കണക്കാക്കപ്പെടുന്നത് 74,100 കോടി രൂപയാണ്. അതിൻ്റെ ഉപജ്ഞാതാവ്. MS ഡിഗ്രി അദ്ദേഹത്തിൻ്റെ ഉണ്ട്, PhD ഉണ്ട്. രണ്ടും കമ്പ്യൂട്ടർ സയൻസിലും എൻജിനീയറിങ്ങിലുമാണ് യഥാക്രമം. IIT മദ്രാസിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വിദ്യാഭ്യാസ യോഗ്യത. ഇത്രയും അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയാണ്. 150-ന് മുകളിൽ ഗവേഷണ പ്രബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് വിവിധ ശാസ്ത്ര മേഖലകളിൽ. അത് ഈ ഇൻക്യുബേഷൻ സെല്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും മൈക്രോ പ്രോസസ്സർ ശക്തി മൈക്രോ പ്രോസസ്സറിൻ്റെ കാര്യത്തിലാണെങ്കിലും അതെല്ലാം ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് ശാസ്ത്രമേഖലയ്ക്കും ഭാരതത്തിൻ്റെ വികസനത്തിനുമായിട്ടുള്ള. അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് ഈ തരത്തിൽ ഈ വ്യാജഗാന്ധി കുടുംബത്തിലെ യുവറാണി അപമാനിച്ചിരിക്കുന്നത്. തിരിച്ച് അനുരാഗ് ഠാക്കൂർ വളരെ മാന്യമായിട്ടാണ് പ്രതികരണം നടത്തിയതെന്ന് ഞാൻ പറയും. അടിസ്ഥാനപരമായിട്ട് ഇവരുടെ ഒരു പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചാൽ ഒരുപക്ഷെ ഇറ്റലിയിൽ എന്തൊക്കെയായിരുന്നു ഇവരുടെ മുൻഗാമികളുടെ പശ്ചാത്തലം എന്നുള്ളത് പരിശോധിച്ചാലും അത്ര സുഖകരമായ കഥകളായിരിക്കില്ല പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ് പ്രിയങ്ക വാദ്ര ഇത്തരത്തിലുള്ളൊരു കുത്തുവാക്ക് വി കാമകോടിയെ മാത്രം ലക്ഷ്യം വെച്ച് പറഞ്ഞത്? കാരണം നന്ദൻ നീൽക്കേനിയുണ്ട്, സോമനാഥുണ്ട്, ഈ ISRO ശാസ്ത്ര സാങ്കേതിക രംഗം, വിവരസാങ്കേതിക വിദ്യയിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് അങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്ന മേഖലകളിൽ നിന്ന് വരുന്ന ആളുകൾ ഉൾക്കൊള്ളുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ ഹൈ പവേർഡ് ടാസ്ക് ഫോഴ്സ്. ആ ടാസ്ക് ഫോഴ്സിൽ എന്തുകൊണ്ട് ഇവർ വി കാമകോടിയെ മാത്രം ലക്ഷ്യം വെച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള RSS ബന്ധം. അദ്ദേഹം RSSകാരനാണ്, അതിനൊരു സംശയമില്ല. അദ്ദേഹം തന്നെ അത് വളരെ അഭിമാനത്തോടു കൂടി പറയുന്നതാണ്. RSSകാരനാകുന്നത് കുറ്റമാണോ കുറവാണോ അതെങ്ങനെ വേണമെങ്കിലും കാണുവാനുള്ള സ്വാതന്ത്ര്യം പ്രിയങ്ക വാദ്രയ്ക്കുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് രാജ്യത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനെ, ഒരു ഗവേഷകനെ അപമാനിക്കുകയാണ് എന്നവർ കരുതുന്ന ഒരു പ്രയോഗം ഉപയോഗിച്ച് വിശേഷിപ്പിക്കുമ്പോൾ, അതിന് മറുപടി ലഭിക്കുമ്പോൾ, അതിന് മുഖം വീർപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കരഞ്ഞിട്ടോ എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ടോ കാര്യമൊന്നുമില്ല. അപമാനം എന്നുള്ളത് വ്യാജഗാന്ധി കുടുംബത്തിന് കഴിഞ്ഞ കുറേ കാലമായി പുത്തരിയൊന്നുമല്ല. അവരുടെ യഥാർത്ഥ മുഖം എന്ന് മുതൽ വെളിപ്പെട്ട് തുടങ്ങിയോ അന്ന് മുതൽ അവരുടെ കൃത്യമായിട്ട് അത് ചൂണ്ടിക്കാണിച്ചു അവരുടെ ഉള്ള കാര്യം മാത്രം, അവരുടെ നിലവിലുള്ള സത്യാവസ്ഥ മാത്രം പറഞ്ഞാൽ മതി, അതവർക്ക് അപമാനമായി വന്ന് ഭവിക്കും. ഏറ്റവും ചുരുങ്ങിയത് ഒരിക്കൽ ഈ വയനാട്ടിൽ ഈ അടുത്തിടയ്ക്ക് വലിയൊരു ദുരന്തമുണ്ടായി. ദുരന്തമെല്ലാം കഴിഞ്ഞ് ഈ പശുവും ചത്തും മോരിലെ പുളിയും പോയി കഴിഞ്ഞാണ് വയനാട്ടിലെ MP ആയ പ്രിയങ്ക വാദ്ര അവിടെ ഒന്ന് തിരുമുഖം കാണിച്ചത്. കളക്ടറെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോഴും അത്രയും മതി എന്നുള്ള രീതിയിലാണ്. അതൊരു അഹങ്കാരമാണ്. ഞങ്ങളൊരു രാജകുടുംബമാണ്, ഭാരതത്തെ ഭരിക്കാനായി വിധി നിർദ്ധാരിതമായി ഞങ്ങളെ കർത്താവ് അല്ലെങ്കിൽ അള്ള ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ളൊരവകാശമാണ്. അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട നിമിഷം മുതൽ നിങ്ങൾ ക്ഷുദ്രജീവികൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഞങ്ങളിൽ നിന്ന് അധികാരം എടുത്തു മാറ്റുവാൻ?
എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു പെരുമാറ്റം. അവരുടെ ആയാലും ശരി, അവരുടെ സഹോദരൻ്റെ ആയാലും ശരി, അവരുടെ മാതാവിൻ്റെ ആയാലും ശരി. മാതാവിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം എടുത്തു പറയട്ടെ, അവർ പ്രത്യക്ഷമായിട്ട് അത്തരത്തിലൊരു പ്രകടനം പരമാവധി നടത്തുവാതിരിക്കാൻ ശ്രമിക്കും. പക്ഷേ ചിലപ്പോഴൊക്കെ അറിയാതെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു വിഷം പുറത്ത് ചാടിപ്പോവും. അത്തരത്തിലാണ് ഈ വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെ ഇപ്പോഴുള്ള തലമുറയുടെ പെരുമാറ്റം. ഇവരെല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അധികാരം തങ്ങൾക്ക് ജന്മസിദ്ധമായൊരു അധികാരമാണ് എന്നുള്ള അവകാശമാണ് എന്നുള്ള രീതിയിൽ ഭാരതത്തെ കണ്ടിരുന്ന, ഭാരതത്തിലെ ജനങ്ങൾ ഈ ക്ഷുദ്രജീവികൾ ഞങ്ങളാൽ ഭരിക്കപ്പെടേണ്ടവരാണ് എന്നങ്ങ് തീരുമാനിച്ചിരുന്ന ഒരു കുടുംബമാണ് ഇത്. മുതുമുത്തച്ഛനായാലും ശരി, മുത്തശ്ശിയായാലും ശരി, അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, ഇപ്പോഴുള്ള യുവരാജാവെന്ന് പറയുന്ന മധ്യവയസ്സ് കഴിഞ്ഞ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത സാധാരണ ഒരു മധ്യവർത്തി കുടുംബത്തിലാണെങ്കിൽ 56 വയസ്സായിട്ടും ഗതി പിടിക്കാത്തൊരു സഹോദരനും ഒരു സഹോദരിയും. സഹോദരിയുടെ ഭർത്താവിൻ്റെ പേരിൽ നിരവധി തട്ടിപ്പ് കേസുകളുണ്ട്. അമ്മ സംശയാസ്പദമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പശ്ചാത്തലമുള്ളൊരു വിദേശി. ഇങ്ങനെയായിരുന്നേനെ പോലീസ് മഹസറിൽ അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ടുകളിൽ ആ മധ്യവർത്തി കുടുംബത്തെക്കുറിച്ച് കുറിക്കപ്പെടുക. ഇപ്പോൾ വലിയ ആദ്യകാലത്ത് ആരൊക്കെയോ ദാനമായി കൊടുത്ത അല്ലെങ്കിൽ എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങളുള്ളവർ നൽകിയ അധികാരമെന്ന അവകാശം കാരണം മാത്രം, അതൊന്നുകൊണ്ട് മാത്രം ഇത്തരത്തിൽ പോലീസ് റിപ്പോർട്ടുകളിൽ പരാമർശിക്കപ്പെടാതെ പോയൊരു കുടുംബമാണത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. അതിനപ്പുറത്തേക്ക് പ്രിയങ്കാ ഗാന്ധിക്കോ അല്ലെങ്കിൽ പ്രിയങ്കാ വാദ്രയ്ക്കോ അവരുടെ സഹോദരനോ യാതൊരു നിലനിൽപ്പും വി കാമകോടി എന്ന പ്രശസ്തനായ രാജ്യസ്നേഹിയായ ഗവേഷകനെ, അധ്യാപകനെ ആയി താരതമ്യം ചെയ്യുമ്പോൾ ഇല്ല, അധ്യാപകനെതിരെ നിൽക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വി കാമകോടി നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ള പേരാണോ? അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രിയങ്കാ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്കാ വാദ്ര പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ അഭിപ്രായങ്ങളെല്ലാം തീർച്ചയായും അത് യോജിപ്പായിക്കൊള്ളട്ടെ, വിയോജിപ്പായിക്കൊള്ളട്ടെ, അവയെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി തീർച്ചയായും പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാൻ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.